ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകുന്ന ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും അമ്പലവും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. സ്കൂളില്ല ദിവസം ആയതുകൊണ്ട് തന്നെ മോള് യൂണിഫോമിലാണ് കേട്ടോ വന്നത്. വരാൻ ലേറ്റായെങ്കിൽ അവൾക്ക് അതിൽ തന്നെ സ്കൂളിൽ പോകാമല്ലോ എന്നില്ല പ്ലാനിലാണ് അവൾ യൂണിഫോമായിട്ട് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പി ഇന്ന് ലീവാണ് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ അവൻ ഇന്നലെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവൻ ഇന്നലെ തന്നെ സ്കൂളിൽ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മളിതാ ടൗണിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ പോകുന്നത് കാനത്തൂർ അമ്പലത്തിലാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വ്യൂ തന്നെ നല്ല അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ, എങ്ങനെയുണ്ട് അങ്ങോട്ടേക്കുള്ള യാത്ര എന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്താറായി ഗൈസ്. അമ്പലത്തിലേക്ക് വേണ്ട എണ്ണ, തിരി, ചന്ദനത്തിരി ഇതൊക്കെ വാങ്ങി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ ഇതാ നന്നായിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. അതുപോലെ തന്നെ നല്ലൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൈലൻറ്റ് ഏരിയയാണ്. നമുക്ക് ഈ അമ്പലത്തിൽ കുറച്ച് സമയം ഇരുന്നാൽ തന്നെ നമ്മൾ മനസ്സിനൊരു സമാധാനമുണ്ട്. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ പാടവരമ്പത്തൂടി നടന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്താൻ. ഇനിയില്ലേ റോഡാവുന്നാന്ന് തോന്നുന്നു ഗൈസ്. റോഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ റോഡ് വന്നാൽ ഈ ഒരു ഭംഗി നമുക്ക് അപ്പോൾ കിട്ടില്ല ഗൈസ്. ഇങ്ങനെ ഈ പാടവരമ്പത്തൂടെ നടന്ന് അങ്ങോട്ട് പോകാൻ നല്ലൊരു രസമാണ് കേട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഗൈസ്. അവിടെ നിന്ന് പുറത്തുനിന്ന് കാലൊക്കെ കഴുകി ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞാപ്പി വെള്ളം കണ്ടു ഗൈസ്. വെള്ളം കണ്ടാൽ പിന്നെ അവൻ അവിടെ നിന്ന് വരില്ല. അവന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അങ്ങനെ കുറേ സമയം അവൻ്റെ അവിടെ പിടിവലിയൊക്കെ നടന്ന് അവനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പുറത്തൊരു നാഗത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. അവിടെ പോയി എല്ലാവരും തൊഴുത് പിന്നെ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മഹാദേവൻ്റെ അമ്പലമാണ് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ തൊഴാൻ പോകുന്നുണ്ട് ഗൈസ്. ഭഗവാനെ തൊഴുത് ഞങ്ങളെല്ലാവരും ഇറങ്ങിയാണ് കേട്ടോ ഗൈസ്. ഇനി തൊട്ടപ്പുറത്ത് ഒരമ്പലമുണ്ട്, അവിടെയും കൂടി തൊഴുതിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം. ഇവിടെയാണ് നമ്മൾക്ക് കാനത്തൂർ തെയ്യമൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാനത്തൂർ കൊട്ടാരമുണ്ട്. അവിടെയാണ് മെയിനായിട്ട് തെയ്യം ഉണ്ടാവൽ. അവിടത്തേക്ക് വേണ്ട തെയ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ കൊണ്ടുപോകൽ. അപ്പോൾ ഇടി ഡെയിലി നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കൊരു തറവാട് ഫീലാണല്ലേ. അങ്ങനെ ഇവിടെയൊക്കെ തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.